കർഷക സമരത്തിനിടെ ഒരു കർഷകൻ കൂടി മരിച്ചു. ഭട്ടിണ്ട സ്വദേശി ദർശൻ സിംഗ് ആണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അതേസമയം കർഷക പ്രതിഷേധത്തിനിടെ വൻ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ രംഗത്തെത്തി. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അറിയിച്ചു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും. നിതിൻ അംബുജനിലേക്കാണ് ആദ്യം. നിതിൻ, 2 ദിവസത്തേക്ക് സമരം നിർത്തിവെച്ചിരുന്നു. സമരം പുനരാരംഭിക്കുന്നത് ഇന്നാണ്. ഇന്ന് പക്ഷേ കരിദിനം ആചരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സമരത്തിന്റെ അടുത്ത പടി എങ്ങനെയായിരിക്കും എന്നത് സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ടോ? അതിനിടെ മറ്റൊരു കർഷകന്റെ കൂടി മരണ വാർത്ത ഇന്ന് പുറത്തു വരുമ്പോൾ അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. ഒരു കർഷകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കർഷക സംഘടനകൾ യോഗം ചേരുമ്പോൾ എങ്ങനെയായിരിക്കും സമരത്തിന്റെ മുന്നോട്ട് പോക്ക്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സമരം കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ വിശദാംശങ്ങൾ തീരുമാനിക്കും എന്നതാണ് നിതിൻ അംബുജൻ പറയുന്നത്. ഇപ്പോൾ ഒരു കർഷകൻ കൂടി അല്പസമയം മുൻപ് മരണമടഞ്ഞു എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. അതിർത്തിക്ക് സമീപത്ത് കുഴഞ്ഞു വീണാണ് മരണം. ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഹരിയാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിൻ്റെ വിവരങ്ങൾ കൂടി എത്തുന്നത്. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളും എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറാണ് ഈ വിശദാംശം അറിയിച്ചിട്ടുള്ളത്. ബൽറാമിലേക്ക്. ബൽറാം, നിലവിൽ ഹരിയാന സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്ന സാഹചര്യത്തിലാകാം ഇങ്ങനെ ഒരു പ്രഖ്യാപനം, വൻ പ്രഖ്യാപനവുമായി ഉടനടി രംഗത്തെത്തിയതെന്ന് കരുതാമല്ലേ? മനുജ, ഹരിയാന സർക്കാർ കടുത്ത കർഷക രോഷം തന്നെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ബജറ്റിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ നടത്തിയിരിക്കുന്നത്. കർഷക പ്രതിഷേധം ഹരിയാനയിലും വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളും എന്നാണ് ഹരിയാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്നാം കർഷക സമരത്തിന്റെ ഘട്ടത്തിലും ഹരിയാന പോലീസ് കർഷകരെ നേരിട്ട നടപടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ JJP മുന്നണി വിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ BJP നടത്തിയ ആഭ്യന്തര സർവേയിലും ഈ സർക്കാരിനെതിരായി കടുത്ത അതൃപ്തിയുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നും BJPക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 15 സീറ്റ് പോലും ലഭിച്ചേക്കില്ല എന്നുമുള്ള ആഭ്യന്തര റിപ്പോർട്ടും BJPക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കർഷക പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഈ വെടിവെപ്പിന്റെ കാര്യത്തിലും നേരത്തെ കർഷകർക്കെതിരെ ഗുരുതരമായ രാജ്യരക്ഷാ നിയമം അടക്കം ചുമത്തിയ സർക്കാർ പിന്നീട് അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയും ഔദ്യോഗികമായി തന്നെ പോലീസ് ഈ നിയമം വകുപ്പുകൾ ചുമത്തില്ല എന്നും അത് പുനഃപരിശോധിച്ചിരിക്കുകയാണ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് എന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർഷക രോക്ഷത്തെ മറികടക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള കർഷകർക്ക് പ്രിയങ്കരമാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഹരിയാന സർക്കാർ ബജറ്റിലടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹരിയാന പോലീസിനോട് കർഷകരുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന നിർദ്ദേശവും സർക്കാർ നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. അതാണ് ഹരിയാന സർക്കാരിന്റെ വാഗ്ദാനം. നിതിൻ അംബുജനിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ നിതിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാകും കർഷകരുടെ സമരത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നതിൽ തീരുമാനം ഇന്ന് വൈകിട്ടുണ്ടാകും. ഒപ്പം കർഷകൻ ഒരാൾ മരണം അടഞ്ഞിട്ടുണ്ടല്ലോ, ആ വിവരങ്ങൾ? അനുജ, ഇന്ന് വൈകിട്ട് ശംഭു അതിർത്തിയിൽ കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലാണ് ഡൽഹി ചലോ മാർച്ചിന്റെ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കുക. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതിനം തന്നെ കർഷകർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കർഷക സംഘടനകൾക്ക് നേരെ ഉണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള പോലീസ് നടപടി, മാത്രവുമല്ല ഒരു കർഷകൻ കൂടി മരിച്ച ഒരു സാഹചര്യം. ബഠിണ്ട സ്വദേശിയായ ദർശൻ സിംഗ് ആണ് കഴിഞ്ഞ ദിവസം രാത്രി കുഴഞ്ഞു വീണ് മരിച്ചത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കർഷകന് 8 ലക്ഷം രൂപയുടെ കടവുമുണ്ടെന്ന് കർഷക സംഘടനകൾ അറിയിക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭ്യമാക്കണം എന്നൊരു ആവശ്യമാണ് കർഷക സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമരത്തിനിടെ കർഷകർ ഇത്തരത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം സംഘടനകൾക്കുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇന്ന് ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് ശംഭു അതിർത്തിയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും. നിലവിലിപ്പോൾ ശംഭുവിലും അതോടൊപ്പം തന്നെ ഖനൌരിയിലും സമാധാനപരമായാണ് കർഷക സമരം മുന്നോട്ടേക്ക് പോകുന്നത്. അനുജ, അതാണ് ഇന്നിപ്പോൾ ഏത് തരത്തിലേക്കാണ് കർഷകർ കരിദിനം ആചരിക്കുന്നത് എന്നതിന്റെ റിപ്പോർട്ടിലേക്കാണ്